ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഐക്യത്തിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞ് ഇന്ത്യ ആസിയാൻ ഉച്ചകോടി. ആഗോള സ്ഥിരതയ്ക്കും വികസനത്തിനും പങ്കാളിത്തം അടിത്തറ പാകിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ ദശകത്തിൽ സമുദ്ര വ്യാപാര രംഗത്ത് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾ മാരിടൈം രംഗത്ത് ഇന്ത്യയെ ലോകശക്തിയാക്കി മാറ്റിയെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. തെരുവ് നായ നിയന്ത്രണ വിഷയത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കാത്തതിന് ചീഫ് സെക്രട്ടറിമാർക്ക് സുപ്രീംകോടതി സമൻസ്. നേരിട്ട് ഹാജരായി കാരണം ബോധിപ്പിക്കാൻ നിർദ്ദേശം. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട മോൻത ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ചു. ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമബംഗാൾ തീരങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കിരീടമുറപ്പിച്ച് തിരുവനന്തപുരം ജില്ല. മേള നാളെ സമാപിക്കും. സമാപന സമ്മേളനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. ആഗോള സ്ഥിരതയ്ക്കും വികസനത്തിനും ശക്തമായ അടിത്തറ പാകാൻ ഇന്ത്യ ആസിയാൻ സമഗ്ര നയതന്ത്ര പങ്കാളിത്തത്തിന് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആസിയാൻ ഇന്ത്യ ബന്ധത്തിന്റെ പുരോഗതി പ്രധാനമന്ത്രിയും ആസിയാൻ നേതാക്കളും വിലയിരുത്തി. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഐക്യത്തിന്റെ ആവശ്യകത ഉച്ചകോടി ഊന്നിപ്പറഞ്ഞു. കമ്മ്യൂണിറ്റി വിഷൻ 2045 സ്വീകരിച്ചതിന് പ്രധാനമന്ത്രി ആസിയാനെ അഭിനന്ദിച്ചു. മുഴുവൻ സാമ്പത്തിക സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്നതിനും പ്രാദേശിക സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ആസിയാൻ ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാർ ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഛാട്ട് പൂജയോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഈ ഉത്സവം എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും കൊണ്ടുവരുമെന്നും പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള പ്രചോദനം നൽകുമെന്നും രാഷ്ട്രപതി സമൂഹമാധ്യമ കുറിപ്പിലൂടെ പ്രത്യാശ പ്രകടിപ്പിച്ചു. പ്രകൃതിയുടെ തുല്യതയുടെയും ആത്മീയ ഊർജ്ജത്തിന്റെയും പ്രതീകമാണ് ഈ ഉത്സവമെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ ദശകത്തിൽ രാജ്യത്തിന്റെ സമുദ്ര വ്യാപാര രംഗത്ത് കേന്ദ്ര സർക്കാർ നടത്തിയ ഇടപെടലുകൾ മാരിടൈം രംഗത്ത് ഇന്ത്യയെ ലോകശക്തിയാക്കി തീർത്തുവെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. മുംബൈയിൽ ഇന്ത്യ മാരിടൈം വീക്ക് 2025 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ വിസ്തൃതമായ തീരപ്രദേശം സമുദ്ര വ്യാപാര രംഗത്ത് നമുക്ക് മേൽക്കൈ നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. गेटवे ऑफ इंडिया गेटवे ऑफ वर्ल्ड में बदलने का विचार मंथन इस समिट के अंदर होने वाला है. ये पूरा पोटेंशियल ये मैरीटाइम समिट के माध्यम से आज विश्व के इन्वेस्टर और विश्व के मैरीटाइम इंडस्ट्री के चैंपियंस के लिए खुला हम रख रहे हैं. भारत ने अपनी मैरीटाइम पोजीशन जो विकास, सुरक्षा और पर्यावरण को भी एक प्रकार से अच्छे तरीके से गति दे रहा है. ഇന്ത്യൻ പോർട്സ് അസോസിയേഷന്റെ സഹകരണത്തോടെ കേന്ദ്ര തുറമുഖ ജലഗതാഗത മന്ത്രാലയമാണ് 5 ദിവസത്തെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. സുസ്ഥിര സമുദ്ര വളർച്ച, വ്യാപാര വികസനം, സമുദ്ര സമ്പദ് വികസനം എന്നിവയിൽ ഇന്ത്യയുടെ കാഴ്ചപ്പാട് പ്രദർശിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യം. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഒറീസ, ഗോവ എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തെരുവ് നായ വിഷയത്തിൽ മൃഗജനന നിയന്ത്രണ നിയമങ്ങൾ നടപ്പിലാക്കാൻ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് സത്യവാങ്മൂലം സമർപ്പിക്കാത്തതിന് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാർക്ക് സമൻസ് പുറപ്പെടുവിച്ച് സുപ്രീംകോടതി. പശ്ചിമബംഗാൾ, തെലങ്കാന, ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നിവ ഒഴികെയുള്ള സംസ്ഥാനങ്ങൾക്കാണ് സമൻസ്. വീഴ്ച വരുത്തിയ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാർ അടുത്ത തിങ്കളാഴ്ച നേരിട്ട് ഹാജരായി കാരണം ബോധിപ്പിക്കണമെന്ന് ജസ്റ്റിസ് വിക്രം നാഥ്, ജസ്റ്റിസ് സന്ദീപ് മേത്ത, ജസ്റ്റിസ് NV അഞ്ചരിയ എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. കഴിഞ്ഞ ഓഗസ്റ്റ് 22-നാണ് സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും വിഷയത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചത്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഈ മാസം 31-ന് രാജ്യമെമ്പാടും റൺ ഫോർ യൂണിറ്റി സംഘടിപ്പിക്കും. സർദാർ വല്ലഭായ് പട്ടേലിനെയും അദ്ദേഹത്തിന്റെ ഏകീകൃത ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെയും ആദരിക്കുന്നതിന്റെ ഭാഗമായി റൺ ഫോർ യൂണിറ്റിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിലൂടെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇന്ന് മലേഷ്യയിലെ കൊലാലംപൂരിൽ നടക്കുന്ന 20ാമത് പൂർവേഷ്യൻ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഇൻഡോ പസഫിക് മേഖലയിലെ സമാധാനം, സ്ഥിരത, അഭിവൃദ്ധി എന്നിവ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചുള്ള ചർച്ചയിൽ അദ്ദേഹം രാജ്യത്തെ പ്രതിനിധീകരിക്കും. ഇന്നലെ കൊലാലംപൂരിൽ നടന്ന 47ാമത് ആസിയാൻ ഉച്ചകോടിയുടെ ഭാഗമായി സിംഗപ്പൂർ വിദേശകാര്യമന്ത്രി വിവിയൻ ബാലകൃഷ്ണനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. വിശദാംശങ്ങളിലേക്ക്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചാരണം ആവേശകരമായി തുടരുന്നു. 121 നിയമസഭാ മണ്ഡലങ്ങളിൽ നവംബർ 6-ന് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കും. രണ്ടാം ഘട്ടം നവംബർ 11-ന് 122 മണ്ഡലങ്ങളിലാണ് നടക്കുക. നവംബർ 14-നാണ് വോട്ടെണ്ണൽ. NDA മഹാഗഡ്ബന്ധൻ മുന്നണികളുടെ മുതിർന്ന നേതാക്കൾ പ്രചാരണത്തിനായി സംസ്ഥാനത്തുണ്ട്. ഛഠ് പൂജ സമാപിക്കുന്നതോടെ വരും ദിവസങ്ങളിൽ BJP, JDU, RJD, കോൺഗ്രസ് എന്നിവരുടെ താരപ്രചാരകരും ദേശീയ നേതാക്കളും ഉൾപ്പെടെ സംസ്ഥാനത്ത് കൂടുതൽ സജീവമാകുമെന്നാണ് സൂചന. വികാസ്ശീൽ ഇൻസാൻ പാർട്ടി, ജൻ സൂരാജ് പാർട്ടി, രാഷ്ട്രീയ ലോക് ജൻശക്തി പാർട്ടി, BSP എന്നിവയും പ്രചാരണ രംഗത്തുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 30-ന് ഛപ്രയിലും മുസാഫർപൂരിലും തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും. മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി പ്രസാദ് യാദവും സ്വന്തം മണ്ഡലം ഉൾപ്പെടെയുള്ള നിരവധി മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് റാലികൾ നടത്തുന്നുണ്ട്. അതിനിടെ ബീഹാർ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും നിശബ്ദ പ്രചാരണ സമയത്ത് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരോധനം ഏർപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് ആശയവിനിമയം നടത്തുന്നതിനായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ, സംസ്ഥാന രാഷ്ട്രീയ കക്ഷികളുടെ യോഗം വിളിച്ചു. മറ്റന്നാൾ രാവിലെ തിരുവനന്തപുരത്താണ് യോഗം. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട മോൻതാജ് ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ചു. ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ തീരങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് വൈകിട്ടോടെ ചുഴലിക്കാറ്റ് ആന്ധ്രാ തീരത്തെ കാക്കിനടയ്ക്ക് സമീപം തീരം തൊടും. ആളുകളെ സുരക്ഷിത മേഖലകളിലേക്ക് മാറ്റി തുടങ്ങി. കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്നു മുതൽ ഈ മാസം 31 വരെ ആന്ധ്രയിലെ വിവിധ ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധിയാണ്. ഒഡീഷയിൽ 8 ജില്ലകൾ റെഡ് സോണുകളായി പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. ചുഴലിക്കാറ്റിനെ നേരിടാൻ പൂർണ്ണ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടെന്ന് പുതുച്ചേരിയിലെ യാനം ഭരണകൂടം അറിയിച്ചു. കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് വ്യാഴാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കിരീടമുറപ്പിച്ച് തിരുവനന്തപുരം ജില്ല. മുക്കാൽ ഭാഗം മത്സരങ്ങളും പൂർത്തിയായപ്പോൾ 1627 പോയിന്റുമായാണ് ആതിഥേയർ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത്. 8 ദിവസം നീണ്ട കായികമേളയ്ക്ക് നാളെ സമാപനമാകും. വൈകുന്നേരം 4 മണിക്ക് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് നഗരസഭയുടെ പദ്ധതികൾ ഉച്ചയ്ക്ക് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നാടിന് സമർപ്പിക്കും. നഗരസഭാ ഓഫീസ് പരിസരത്തെ ചടങ്ങിൽ ആധുനിക സെപ്റ്റേജ് ട്രാൻസ്പോർട്ടേഷൻ വാഹനവും ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. പൊതുജീവിതത്തിൽ സത്യസന്ധത പ്രോത്സാഹിപ്പിക്കുന്നതിനും അഴിമതിരഹിത സമൂഹം കൈവരിക്കുന്നതിനും ലക്ഷ്യമിട്ട് ഇന്ന് രാജ്യമെമ്പാടും വിജിലൻസ് ബോധവൽക്കരണ വാരാചരണത്തിന് തുടക്കമായി. ജാഗ്രത, നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഭരണത്തിലും പൊതുഭരണത്തിലും ധാർമ്മികതയുടെയും സുതാര്യതയുടെയും ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ഇത് ആചരിക്കുന്നത്. ഈ വർഷത്തെ നാവികസേനാ ദിനാഘോഷങ്ങൾ തിരുവനന്തപുരം ശംഖുമുഖത്ത് സംഘടിപ്പിക്കുമെന്ന് കേരളത്തിലെ നേവൽ ഓഫീസർ ഇൻചാർജ് കമാൻഡർ വർഗീസ് മാത്യു വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാവികസേനാ മേധാവി ദിനേശ് ത്രിപാഠി പങ്കെടുക്കും. അടുത്ത മാസം 8 മുതൽ 11 വരെ കൊച്ചിയിൽ ഷിപ്പ് സന്ദർശനം ഉൾപ്പെടെ പൊതുജനങ്ങൾക്കായി വിവിധ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നേവി ബാൻഡ് ഷോയും ഉണ്ടാകും. പാരീസിലെ ലൂബ്രെ മ്യൂസിയത്തിൽ നിന്ന് $102 ദശലക്ഷം വിലമതിക്കുന്ന അമൂല്യ ആഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ 2 പ്രതികൾ അറസ്റ്റിലായി. വിമാനത്താവളത്തിൽ വെച്ച് രാജ്യം വിടാൻ ശ്രമിച്ച ഒരാൾ ഉൾപ്പെടെയാണ് അറസ്റ്റിലായത്. മുൻ മോഷണ കേസുകളിലും ഇവർ പ്രതികളാണ്. ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 609 പോയിന്റ് ഉയർന്ന് 84,821-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 178 പോയിന്റ് നേട്ടത്തിൽ 25,974-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 105 രൂപ കുറഞ്ഞ് 11,410 രൂപയും പവന് 840 രൂപ ഇടിഞ്ഞ് 91,280 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഐക്യത്തിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞ് ഇന്ത്യ ആസിയാൻ ഉച്ചകോടി. ആഗോള സ്ഥിരതയ്ക്കും വികസനത്തിനും പങ്കാളിത്തം അടിത്തറ പാകിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ ദശകത്തിൽ സമുദ്ര വ്യാപാര രംഗത്ത് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾ മാരിടൈം രംഗത്ത് ഇന്ത്യയെ ലോകശക്തിയാക്കി മാറ്റിയെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. തെരുവുനായ നിയന്ത്രണ വിഷയത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കാത്തതിന് ചീഫ് സെക്രട്ടറിമാർക്ക് സുപ്രീംകോടതി സമൻസ്. നേരിട്ട് ഹാജരായി കാരണം ബോധിപ്പിക്കാൻ നിർദ്ദേശം. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട മോൻതാജ് ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ചു. ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ തീരങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കിരീടമുറപ്പിച്ച് തിരുവനന്തപുരം ജില്ല. മേള നാളെ സമാപിക്കും. സമാപന സമ്മേളനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.